മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ PSCയുമായി ബന്ധപ്പെട്ട് നിയമനം നടത്താത്തതിന്റെ പേരിൽ അതിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകൾ പോലും ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് പണ്ഡിറ്റ് ആഞ്ഞടിച്ചുകൊണ്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ശോഭാ സുരേന്ദ്രന് ഈ സമരപന്തലിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പോവാം. അതിനു മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് എന്താണ് പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം: കേരള PSCയിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ PSC ചെയർമാനെയും മെമ്പർമാരെയും ഭരിക്കുന്ന പാർട്ടി തോന്നിയതുപോലെ നിയമിക്കുന്നതിന് പകരം ഒരു PSC ടെസ്റ്റ് നടത്തി ഏറ്റവും അർഹതപ്പെട്ടവരെ കണ്ടെത്തി പോസ്റ്റ് ചെയ്യുക. അതോടെ PSCയിൽ ആളുകൾക്ക് വിശ്വാസ്യത വർദ്ധിക്കും. PSCന്റെ ഫുൾ ഫോം പാർട്ടി സർവീസ് കമ്മീഷൻ എന്നല്ല. 2023 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതും പൊതുപരീക്ഷ നടത്തിയതുമായ 642 തസ്തികകളുടെ OMR വിവരണാത്മക ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനാണ് PSC ഉത്തരവിട്ടതായി വാർത്ത കണ്ടു. നടക്കട്ടെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അംഗമാകാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതകളോ മറ്റു പ്രൊഫഷണൽ യോഗ്യതകളോ കേരള സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. ആർക്കുമാകാം. വേണമെങ്കിൽ ഇത് വായിക്കുന്ന നിങ്ങൾക്കും ആകാം. ലക്ഷങ്ങൾ ശമ്പളം, പെൻഷനൊക്കെ നേടാം. ചെയർമാരെയും മെമ്പർമാരെയും പിരിച്ചുവിട്ട് PSCയിലും ഒരു ഓപ്പറേഷൻ തൂഫാൻ വരണം. മൊത്തത്തിൽ ഒരു ശുദ്ധി കലശം. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ നടന്ന PSC പരീക്ഷകൾ ക്രമക്കേടുകൾ CBI അന്വേഷിക്കണം. PSCയിൽ എത്ര ക്രമക്കേട് വന്നാലും ആരും സമരം ചെയ്യില്ല. കോടികൾ കോയ വാങ്ങി പ്രതികരിക്കുന്ന പ്രമുഖർ ഒന്നും കേരളത്തിലെ പാവപ്പെട്ട യുവാക്കൾക്കായി ഇടപെടില്ല എന്നതാണ് പലരുടെയും ധൈര്യം. തക്കിട തരികിട ആസാദി, ഡൽഹിയിൽ മാത്രം കൊണ അടിക്കുന്ന ആസാദി. വാൽകഷ്ണം. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളമാണ് PSC ചെയർമാന്. 2 ലക്ഷം പ്ലസ് ഉണ്ടത്രേ. മെമ്പർമാർക്ക് ലക്ഷങ്ങൾ ശമ്പളം. വീട്ടുവാടക, അലവൻസ്, വെഹിക്കിൾ അലവൻസ്, ചികിത്സാ സൗജന്യങ്ങൾ ഒക്കെ വേറെ കിട്ടും. കൂടെ കാലാവധി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പെൻഷൻ. ഈ അടുത്തും അവരുടെ ശമ്പളം കൂട്ടി. പോരെ, ഇതൊന്നും ചോദ്യം ചെയ്യുവാൻ ഒരു സിനിമാക്കാരനും ഇല്ല. വളരെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണം നിർബന്ധമാണ്. ഇവിടെ പാർട്ടി അടിമകളെ തിരുകി കയറ്റി എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പൊ തെരുവിലാണ്. തലസ്ഥാന നഗരിയിൽ എത്ര ആളുകളാണ് അവരുടെ ഒന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു തരത്തിലും സാധിക്കാഞ്ഞിട്ടാണ് അവർ സകലതും സഹിച്ച് സകല മാധ്യമങ്ങൾക്ക് മുന്നിലും ഇരുന്നിട്ട് അവര് സമരം ചെയ്തത്. ഒരു തരത്തിലും അവർക്കൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ അവർ തെരുവിലിരുന്ന് സമരം ചെയ്തത്. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് ഓടുന്നു. നിങ്ങൾ സമരത്തിന് എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, ഒരെതിരഭിപ്രായമില്ല. പക്ഷെ സ്വന്തം തലസ്ഥാനത്ത് ആ പ്രിയങ്കയൊക്കെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നല്ലേ വിജയിച്ചിട്ടുള്ളത്. വയനാട്ടിൽ വരേണ്ട ഈ പ്രിയങ്കക്കൊക്കെ ഒന്ന് ജയിക്കണമെങ്കിൽ ആ പ്രിയങ്കക്കൊക്കെ മലയാളികളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ തലസ്ഥാന നഗരിയിൽ സമരം ചെയ്യുന്നവർക്കൊപ്പം നിന്ന് ആ നിയമനമൊക്കെ ഒന്ന് നടത്തി കൊടുത്തുകൂടെ? നിങ്ങളുടെ സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് ആഞ്ഞടിച്ച്, അതായത് അവർ നേരിട്ട് സമരപന്തലിലെത്തി അവർക്കൊപ്പം ഇരുന്നിട്ട് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ പോരാട്ടത്തിനൊപ്പം ജനങ്ങളെ സേവിക്കേണ്ട സംവിധാനത്തിന്റെ അനാസ്ഥയിൽ അനീതി നേരിട്ട യുവജനങ്ങളോടൊപ്പമാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ഈ PSC അഴിമതി ഒരു ഫയലോ കോടതി കേസോ മാത്രമല്ല, വർഷങ്ങളായുള്ള അവരുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളും വിശ്വാസവും വഞ്ചിക്കപ്പെട്ട കഥയാണ്. നിങ്ങളുടെ പോരാട്ടം എന്റെ പോരാട്ടമാണ്. ഇതെത്ര സുന്ദരമായിട്ടുള്ള ഐക്യദാർഢ്യമാണ്. ഇവരെ പോലെയുള്ള ലീഡേഴ്സ് അല്ലേ കേരളത്തിൽ ജനപ്രതിനിധികൾ ആവേണ്ടത്?
അല്ലാതെ വാഗ്ദാനവും കൊടുത്ത് പച്ചയ്ക്ക് വഞ്ചിച്ച് മന്ത്രിവാഹനങ്ങളിൽ സുഖിച്ച് യാത്ര ചെയ്യുന്നവരാണോ നമുക്ക് വേണ്ടത്? ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഇതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു, എത്രത്തോളം വേദനയോടുകൂടിയാണ്. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുകയാണെങ്കിൽ അതും പോട്ടെ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്നത്. അവർ കലാപം നടത്താത്തത് കൊണ്ടാണോ ഇവിടെയുള്ള സിനിമാക്കാര് അവിടേക്കൊന്നു പോവാത്തത്? അവർ കലാപം നടത്താത്തത് കൊണ്ടാണോ ഡൽഹിക്ക് ഓടിയിട്ടുള്ള ഒരാളും ഇവരുടെ അടുത്തേക്ക് പോയിട്ടൊന്ന് അവർക്കൊപ്പം ഇരിക്കാത്തത്? ഇതാണ് യഥാർത്ഥ ജനാധിപത്യ സമരം, ഇതാണ് യഥാർത്ഥ സമരം. ഇവരുടെ അവകാശത്തിനൊപ്പം തന്നെയാ ബോധമുള്ള ഓരോ മലയാളിയും നിലകൊള്ളേണ്ടത്. 100-ലധികം സീറ്റും തന്ന് UDF ഇവിടെ അധികാരത്തിലേക്ക് എത്തിച്ചത് ഓരോ ജനപ്രതിനിധികൾക്ക് തോന്നിയതുപോലെ അങ്ങ് മുന്നോട്ട് പോവാനല്ല, നിങ്ങളെ ജയിപ്പിച്ച അതേ കേരളത്തിലെ ജനങ്ങൾക്ക് എടുത്ത് ആറ്റിലേക്ക് അറിയാനും അറിയാമെന്നുള്ളതും UDF സർക്കാരിന്റെ ഓരോ മന്ത്രിമാരും കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. ജനങ്ങളുടെ, മലയാളികളുടെ വേദനയാ നിങ്ങൾ ഈ കേൾക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കൂ. പരിഹാരം നൽകേണ്ടത് സർക്കാരാണ്. നിലവിൽ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പരിഹാരം ഉണ്ടാവുന്നത് വരെ ഇവിടെ തുടർന്നേ പറ്റൂ. ഞങ്ങളിത് ഇങ്ങനെ ഉപേക്ഷിച്ച് പോവാൻ വന്നവരല്ല. ജോലി ഞങ്ങളുടെ അവകാശം തന്നെയാണ്. അത് നേടിയെടുത്തിട്ടേ ഇവിടെ നിന്ന് പോകൂ. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ വരെ നമ്മൾ വെച്ചിട്ടില്ല. അത് അവർ പരിശോധിക്കട്ടെ. കൃത്യമായ ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇത് ലാഗ് ചെയ്ത് ഇനിയും 2 മാസം നീട്ടിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ പല ജീവനും പൊലിഞ്ഞിട്ട് മാത്രമേ അതിനുള്ള നടപടി ഉണ്ടാവുകയുള്ളൂ എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാകാം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിച്ചവർ ഭരണപക്ഷത്തേക്ക് വന്നപ്പോൾ ആ നിലപാട് മാറ്റാനുള്ള കാരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, ഈ നിലപാടുകൾ മാറ്റാനുള്ളതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങളൊക്കെ അധ്യാപകരാവേണ്ട ഓരോ സ്കൂളുകളിലും ചെന്ന് കുട്ടികൾക്ക് മാതൃക പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇത് എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്കത് മനസ്സിലാവുന്നത്. നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? നീതി കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല. അതിപ്പോ എന്ത് വന്നാലും ഇതൊന്ന് പിന്മാറില്ല. ഉറച്ച തീരുമാനം, ഇതും കൊണ്ടേ പോകും. നീതി ലഭിച്ചാലേ ഇവിടുന്ന് പോകൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. PSC യോടൊക്കെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണോ നിങ്ങളുടെയൊക്കെ ഈ ഒരു സമരം ഇത്രയും ദിവസം ഇരിക്കേണ്ട ഒരു സാധ്യത? അതുകൊണ്ട് തന്നെയാണ്. കാരണം ഓരോ മനുഷ്യരും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് PSCക്ക് വേണ്ടി പഠിക്കുന്നത്. വർഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചവരുണ്ട്. ദിവസങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് കിട്ടുന്നതല്ല PSC. അത്രയും എഫേർട്ട് ഇട്ടിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നു, വെറുതെ പരീക്ഷ എഴുതിയോണ്ട് മാത്രം നമ്മൾ LP സ്കൂൾ ടീച്ചർ ആകുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. പരീക്ഷ എഴുതി പാസ്സാകുന്നു, നല്ല മാർക്കോട് കൂടി പാസ്സാകുന്നു, അതിനുശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? വരുന്ന വർഷത്തിനുള്ളിൽ നമ്മൾ നിയമനം നേടി നമ്മളൊരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയാകുന്നു അല്ലെങ്കിൽ അധ്യാപകനാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് എന്താ? റാങ്ക് ലിസ്റ്റ് വന്ന് ഇത്ര കാലമായിട്ടും 1ാം റാങ്കിൽ വന്ന ഒരാൾക്ക് പോലും ജോലിയില്ല. അപ്പൊ പിന്നെ PSCയിൽ പിന്നെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാ തയ്യാറാകുക? എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പോകുക? അപ്പം വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതിൽ നല്ല പോസിറ്റീവായിട്ട് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിശ്വാസം മുന്നോട്ടേക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? ഇത് ഇവർക്ക് വേണ്ടി മാത്രല്ല, എക്സാം എഴുതുന്ന കേരളത്തിലെ ഓരോ ആളുകൾക്ക് വേണ്ടിയാ, കേരളത്തിലെ പുതുതലമുറയ്ക്ക് വേണ്ടിയാ ഈ സമരം ചെയ്യുന്നത്. ഇതിലും പാർട്ടിയും നോക്കി ഇരിക്കാതെ ഇവർക്കൊപ്പം അണിചേരണം. ബോധവും വിവേകവും ജനാധിപത്യ ബോധമുള്ള ഓരോ മനുഷ്യരും. ഇവിടെ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പുതുതലമുറയുടെ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് ജനാധിപത്യം അദ്ദേഹം അന്തസ്സിൽ ഉയർത്തിപ്പിടിച്ചേ. രാജ്യത്തെ പുതുതലമുറ എന്താഗ്രഹിക്കുന്നോ അതിനൊപ്പം രാജ്യത്തെ കേന്ദ്ര സർക്കാർ നിന്നു. ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചു. മഹത്തായ ജനാധിപത്യം നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു. അതേസമയം കോൺഗ്രസോ അടിച്ചമർത്തലാണോ? എന്തു പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഇവിടെ അധികാരത്തിലേക്ക് എത്തിയത്? ലേശമെങ്കിലും പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ കോൺഗ്രസ് സർക്കാർ, സതീശൻ സർക്കാർ ഇത് അംഗീകരിക്കണം. നിങ്ങൾ എത്ര കാലമാ ഇതൊന്നും കണ്ടില്ല എന്ന് കരുതി മുന്നോട്ട് പോവുക? നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. VD സതീശൻ സർക്കാരിനോട് തന്നെയാ കേരള ജനത ഒന്നടങ്കം ഇവർക്കൊപ്പമാ. ഇവർ പഠിച്ചിട്ടാണ്, ഇവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ നിയമനം UDF സർക്കാർ നടത്തിയേ പറ്റൂ.